ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 60,000 രൂപകളിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന 4 കിടിലൻ ലാപ്ടോപ്സാണ് പരിചയപ്പെടുത്തുന്നത്. 60,000 രൂപ എന്ന് പറയുന്ന സമയത്ത് എക്സാക്റ്റ് 60,000 രൂപ ആയിരിക്കില്ല, ഒരു 55,000 to 65,000 ഈ ഒരു റേഞ്ചിലായിരിക്കും ഈ ഒരു പ്രൈസ് എപ്പോഴും ഉണ്ടാവുക. കാരണം ആമസോണിൽ നമുക്കിങ്ങനെ പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ 4 ഡിവൈസും 4 കമ്പനിയുടെയാണ്. കാരണം ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഡെൽ എന്ന് പറയുന്ന കമ്പനിയുടെ ലാപ്ടോപ്പാണ്. അത് ഞാൻ ഓൾമോസ്റ്റ് ഒരു 4 വർഷത്തിന് മുകളിലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ആ ലാപ്ടോപ്പ് ഇപ്പോൾ ബാക്കിരിപ്പുണ്ട്. ഈ ലാപ്ടോപ്പ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് വേറെ മറ്റ് ലാപ്ടോപ്സ് ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല, മറ്റ് ബ്രാൻഡുകളൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് ബ്രാൻഡാണോ ഇഷ്ടപ്പെടുന്നത് ആ ഒരു ബ്രാൻഡിൻ്റെ ലാപ്ടോപ്പ് നോക്കി പർച്ചേസ് ചെയ്യാം. അതേപോലെ തന്നെ ഈ ലാപ്ടോപ്സിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള എല്ലാ പരിപാടികളും ഈ ലാപ്ടോപ്പിൽ ചെയ്യാൻ പറ്റും. ഇപ്പം കോളേജിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, അല്ലാന്നുണ്ടെങ്കിൽ പ്രോഗ്രാമിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ലാപ്ടോപ്പിൽ പരിപാടികളെല്ലാം തന്നെ നടക്കും. പിന്നെ അത്യാവശ്യം ഗെയിമിങ് നടക്കും എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം സ്ഥിരമൊക്കെ ഗെയിം കളിച്ച് കഴിഞ്ഞാൽ ലാപ്ടോപ്പിൻ്റെ ആ ഒരു ആയുസ് അങ്ങ് കുറയും. അതുകൊണ്ട് എക്സ്ട്രീം ഗെയിമിംഗ് ഒന്നും നിങ്ങൾ ഇതിൽ ചെയ്യാൻ നിൽക്കരുത്. പിന്നീടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ 3 ഡിവൈസിൽ SSDs മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്റ്റോറേജ് സ്പേസ് വളരെ കുറവായിരിക്കും. 512 GB SSD ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഫോട്ടോസ്, വീഡിയോസ്, അതേപോലെ മൂവീസൊക്കെ ഒരുപാട് സ്റ്റോർ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതിലൊരു ഡിവൈസിൽ SSDയും അതേപോലെ തന്നെ ഹാർഡ് ഡിസ്ക്കും വരുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ലാപ്ടോപ്പിലേക്ക് പോവാം. ആദ്യത്തെ ലാപ്ടോപ്പ് എന്ന് പറയുന്നത് HP 14 ആണ്. ഇതിൻ്റെ സ്ക്രീൻ സൈസ് വരുന്നത് 14 ഇഞ്ചാണ്. ഇതിൽ 11th Gen i5 പ്രോസസ്സർ നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ 8 GB റാമാണ് വരുന്നത്. ഇത് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 16 GB വരെ അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിലും ഞാൻ പറഞ്ഞ പോലെ SSD ആണ് വരുന്നത്. 512 GB SSD ആണ് വരുന്നത്. വെയിറ്റ് വരുന്നത് 1.5 കിലോ ആണ്. അടുത്ത നമ്മുടെ ലിസ്റ്റിലുള്ള ലാപ്ടോപ്പ് എന്ന് പറയുന്നത് MIയുടെ ആണ്. MI നമുക്കറിയാം വളരെ റീസെൻ്റ് ആയിട്ട് ലാപ്ടോപ്പ് സെഗ്മെൻറ്റിലേക്ക് വന്നിട്ടുള്ള ഒരു കമ്പനിയാണ്. MIയുടെ നോട്ട്ബുക്ക് അൾട്രയാണ് വരുന്നത്. ഇതിൽ നമുക്ക് 11th Gen i5 പ്രോസസ്സറാണ് വരുന്നത്. 15.6 ഇഞ്ച് വരുന്നുണ്ട്. 90 Hz റിഫ്രഷ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. അതിന് 3.2K റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ ആണ്. ഇതിൽ നമുക്ക് 16 GB റാം വരുന്നുണ്ട്. 512 GB SSD വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിലൊരു ഫിംഗർ പ്രിൻറ്റ് സ്കാനറും നമുക്ക് കിട്ടുന്നുണ്ട്. വെയിറ്റ് വരുന്നത് 1.7 കിലോഗ്രാം ആണ്. അടുത്തൊരു ഡിവൈസ് എന്ന് പറയുന്നത് ലെനോവോയുടെ ആണ്. ലെനോവോയുടെ തിങ്ക്ബുക്ക് 15 എന്ന് പറയുന്ന ഡിവൈസാണ്. ഇതിൽ നമുക്ക് 11th Gen i5 പ്രോസസ്സറാണ് വരുന്നത്. പിന്നെ ഇതിൽ നമുക്ക് 8 GB റാമും 1 TB ഹാർഡ് ഡിസ്ക്കും 120 GB SSDയും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോറേജ് കൂടുതലായിട്ട് വേണ്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ലാപ്ടോപ്പ് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഒരു 128 SSDയിൽ നിങ്ങൾക്ക് അത്യാവശ്യം സോഫ്റ്റ്വെയർസൊക്കെ സ്മൂത്തായിട്ട് തന്നെ റൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ സ്ക്രീൻ സൈസ് വരുന്ന സമയത്ത് 15.6 ഇഞ്ച് സ്ക്രീൻ സൈസ് വരുന്നുണ്ട്. അതേപോലെ ഇതിലും നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നുണ്ട്. വെയിറ്റ് ഏകദേശം ഒരു 1.7 കിലോ വരും. അടുത്തത് നമുക്ക് വരുന്നത് അസ്യൂസിൻ്റെ വിവോബുക്ക് 14 ആണ്. ഇതിൽ നമുക്ക് 10th Gen i5 ആണ് വരുന്നത്. 14 ഇഞ്ച് ഡിസ്പ്ലേ ഉണ്ട്. അതേപോലെ തന്നെ ഇതിൽ നമുക്ക് 8 GB റാമും 512 GB SSD ആണ് വരുന്നത്. ഈ ഒരു 8 GB റാം എന്ന് പറയുന്നത് നമുക്ക് 12 GB വരെ അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും. അതേപോലെ 512 GB SSD എന്ന് പറയുന്നത് 1 TB വരെ എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ നമുക്ക് 1.6 കിലോഗ്രാം ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു 4 ലാപ്ടോപ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷം മാത്രം നിങ്ങൾ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്ര മാത്രം. അടുത്ത വീക്ക് കാണുന്നവരെ ബൈ ബൈ.